ദേവരാജൻ ചേട്ടനാണ്. നമസ്തേ ചേട്ടാ. നമസ്കാരം ചേട്ടാ, നമുക്കിന്ന് ഒരു ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഈ ശാസ്ത്രീയ ബുദ്ധിജീവികൾ എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴേ ഇവരുടെ പ്രശ്നം, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ്. അതാണ് സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതാണ് എന്തിലും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പോകുന്ന കുറെ ആൾക്കാർ. ഒരു പരിധി വരെ അത് നല്ലതാണ്. പക്ഷേ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ശാസ്ത്രത്തിൻ്റെയൊക്കെ പുറത്താണ്. ഇപ്പോഴും എത്രയോ ചെറിയ ചെറിയ പേഴ്സൻറ്റേജ് മാത്രമാണ് ശാസ്ത്രം എന്ന് നമ്മൾ ഈ പറയുന്ന സാധനം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് വന്നിട്ട് ഒത്തിരി ആൾക്കാർ ചേട്ടാ ഈ ധ്യാനത്തിനെ പറ്റി അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഭവമല്ല, അതൊരു ഹാലൂസിനേഷൻ ആണ്, അതൊരു സെൽഫ് ഹിപ്നോസിസ് ആണ്. നമുക്ക് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ വരുന്ന ഒരു തരം ഹാലൂസിനേഷൻ എന്ന്, അതായത് നമ്മളിപ്പോ ഈ DMT ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ഹാലൂസിനേഷൻ പോലെ ഉള്ള ഒരു സംഭവമാണ്. എക്സാക്ട്ലി അങ്ങനെ പറയുന്ന കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരുടെ ഇടയിലേക്ക് നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ, നമ്മളുടെ ധ്യാനം, നമ്മളുടെ പരമ്പര, നമ്മുടെ ഋഷി പരമ്പരയിൽ നിന്നുള്ള നമ്മുടെ ഈ ധ്യാനത്തിനെ നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമ്പർ 1, അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഹിപ്നോസിസിനെ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാം. അതോടൊപ്പം തന്നെ സെൽഫ് ഹിപ്നോസിസ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് വരാം. എന്ത് പറയുന്നു? അതെ, വേറൊരു കാര്യമുണ്ട്. ഈ സയന്റിഫിക് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളെ, അവരെ ഒരു കാര്യം വിശ്വസിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ആയിട്ടുള്ള ആളുകളെ നമുക്ക്, ഈ സയന്റിഫിക് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ടു ബി ഓപ്പൺ ആണ്. എപ്പോഴും ഏത് കാര്യങ്ങളെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവും. പക്ഷെ നമ്മളുടെ നാട്ടിലേക്ക് വന്നപ്പോഴേക്കും എന്താ വെച്ചാല് ഇതിങ്ങനെ ഏറ്റുകൊണ്ട് നടക്കൽ മാത്രമാണ്. ഒരു മൈൻഡ് ക്ലോസ്ഡ് ആണ്, ഒന്നും പുതുതായിട്ട് പരിശോധിക്കില്ല. ഈ ജാർഗൺസ് ഇങ്ങനെ, അത് ഹിപ്പോക്രാറ്റിക് ജീവിതമാണ് ഇവിടെയൊക്കെ. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇവിടെ നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയും, മക്കളെ അമ്പലത്തിലേക്ക് വിടും. അല്ല, ഇങ്ങനെ പറയുന്നവര് തന്നെ തലയിൽ കൂടെ തുണിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ വലിയ വിപ്ലവം പറഞ്ഞു നടക്കും. എന്നിട്ട് തലയിൽ മുണ്ടിട്ടിട്ട് അപ്പുറത്തെ ജ്യോതിഷ്, ഇപ്പുറത്ത് വന്നിട്ട് പിന്നെ ആകാശഗോളങ്ങളെ പറ്റി നക്ഷത്ര ക്ലാസ് എടുക്കും. എന്നിട്ട് ജ്യോതിഷം ഭയങ്കരതാണെന്ന് പറഞ്ഞിട്ട് നക്ഷത്ര നിരീക്ഷണ ക്ലാസ് ഒക്കെ എടുക്കും. എന്നിട്ട് വൈകുന്നേരത്ത് തലയിൽ മുണ്ടിട്ട് ജ്യോതിഷന്റെ അടുത്ത് പോകും. അതിപ്പോ വലിയ വലിയ ആൾക്കാർ വരെ ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരെ നമ്മൾക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. അത് കാരണം അത് നടക്കുന്ന കാര്യമില്ല. ഉറങ്ങുന്നവരല്ലേ നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ. ചേട്ടാ, ഞാൻ 2012 ഇതുപോലെ ഇങ്ങനെ യോഗ ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴേ ഞങ്ങളുടെ നാട്ടിലൊരു കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ ഇങ്ങനെ ചാണകമെന്നും സംഗീതം ഒക്കെ വിളിച്ചിരുന്ന ആ കക്ഷി കോവിഡൊക്കെ ആയി പണിയൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പൊ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. അയാൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുവാണ് യോഗയ്ക്ക്. മുറുക്കാൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായില്ല അയാൾക്ക് എന്തായാലും. കാലം പോയ പോക്ക്. നമ്മള് സബ്ജക്റ്റിലേക്ക് വന്നാലേ, അപ്പൊ നമുക്ക് ശരിക്ക് ഹിപ്നോസിസും ധ്യാനവും ഒന്നാണ് എന്ന് ആണെന്ന ഒരു വാദമാണ് കിടക്കുന്നത്. അതായത് വെറുതെ ഒരു ഹാലുസിനേഷൻ ആണ് എന്നുള്ള വാദമാണ്. അപ്പൊ ഇത് ശരിയായിട്ട് സയന്റിഫിക് ആയിട്ട് കാര്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു
ഇതാണ്. കാരണം ഇത് പാരമ്പര്യമായിട്ടും നമ്മൾ പരമ്പരാഗതമായിട്ടും നമ്മളുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ ഫിലോസഫിയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല, അത് മനസ്സിലാക്കാൻ തയ്യാറല്ല. അപ്പൊ ഇത് മുഴുവൻ അബ്സേർഡാണ് എന്നാണ്ട് തീർത്താണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആ ബാധ്യത ഇല്ലല്ലോ. അപ്പൊ പാരമ്പര്യത്തെ നിഷേധിക്കുക എന്നുള്ള, പാരമ്പര്യ വിജ്ഞാനത്തെ നിഷേധിക്കുക എന്നുള്ള ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ പോട്ടെ, നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പൊ ഹിപ്നോസിസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഹിപ്നോസിസ് എന്താണെന്ന് അറിഞ്ഞാല് ഡിഫൈൻ ചെയ്യണം, അതിൽ സെൽഫ് ഹിപ്നോസിസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ചെയ്യണം, എന്നിട്ട് വേണം ധ്യാനവുമായിട്ട് കമ്പയർ ചെയ്യാൻ. അപ്പൊ കൃത്യമായിട്ടൊരു ഇത് മനസ്സിലാവും. ഈ ഹിപ്നോസിസ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഉറക്കം എന്താണ്, ഹിപ്നോസിസ് എന്ന് പറഞ്ഞാല് അൾട്ടേർഡ് സ്ലീപ്പാണ്. ഒരു ചെറിയൊരു വ്യത്യാസത്തിലുള്ള മോഹനിദ്ര എന്നാണ് ഞാൻ പറയുന്നത്. നിദ്ര തന്നെയാണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാല് നമ്മളുടെ ബ്രെയിൻ സെൽസ് ഉണ്ടല്ലോ, ന്യൂറോൺ സെൽസ്, ഇത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അവിടെ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിരന്തരം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ നിന്നുള്ള സിഗ്നലുകൾ അവയവങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലൊരു ഇത് വരും, എന്താ പറയാ, നമ്മളിപ്പോ കമ്പ്യൂട്ടറൊക്കെ ഹാങ് ആവുക എന്നൊക്കെ പറയില്ലേ, കുറെ വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മളുടെ ബ്രെയിൻ സെൽസും ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ഷീണിക്കും, ടയേർഡാവും. അപ്പോ ഒരു ചെറിയ ഹാങ്ങിങ് വരും. അതാണ് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത. ആ സമയത്ത് അതിന് റെസ്റ്റ് വേണം. അതിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, റിഫ്രഷ് ചെയ്യണമെങ്കിൽ കുറച്ചു നേരം അത് ഷട്ട് ഡൗൺ ചെയ്യണം. ആ പ്രോസസ്സാണ്. അപ്പൊ ബ്രെയിനിന്റെ ഷട്ട് ഡൗൺ പ്രോസസ്സാണ് ശരിക്കും ഉറക്കം എന്ന് പറയുന്നത്. അതായത് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും ബ്രെയിനിന്റെ ഫാക്കൽറ്റീസ് ക്ഷീണിക്കുമ്പോൾ ആ ഒരു സെല്ലിൽ ഉണ്ടാവുന്ന ക്ഷീണം ഇങ്ങനെ വ്യാപിക്കും മറ്റു സെല്ലുകളിലേക്കൊക്കെ. അങ്ങനെ എല്ലാ കേന്ദ്രങ്ങളും ക്ഷീണിക്കുമ്പോൾ, റെസ്റ്റിലേക്ക് പോകുമ്പോൾ സ്വിച്ച് ഓഫ് ആവുകയാണ്. അതാണ് ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ആയി. നമ്മളിപ്പോ ഒരു ഫാക്ടറി വൈകുന്നേരത്തെ അടയ്ക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു, ഫാൻ ഓഫ് ചെയ്തു, മെഷീൻ ഓഫ് ചെയ്തു, അവസാനം ഡോർ ലോക്ക് ചെയ്തു എന്നുള്ള, അതുപോലെ ഓരോരോ ഭാഗമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ. അങ്ങനെ പൂർണ്ണമായിട്ടും ബ്രെയിൻ സെൽസ് എല്ലാം ഷട്ട് ഡൗൺ ആവുന്നതാണ് ഗാഢനിദ്ര. ഇതാണ് അതിൻ്റെ ഒരു ഇപ്പോ ഉറക്കം ഉണ്ടാവുന്നത് നമ്മള് ഈ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, സെല്ലുകൾ ക്ഷീണിക്കുമ്പോഴാണ്. ഇപ്പൊ കുട്ടിയെ നമ്മൾ ഉറക്കുമ്പോൾ നമ്മളിങ്ങനെ താളം പിടിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാല് ബോഡിലി കൈനസ്തെറ്റിക് എന്നുള്ള ആ ഒരു സെൻസേഷനിലാണ് ഒരേ താളം ഇങ്ങനെ പോകുമ്പോൾ ഈ താളവുമായി ബന്ധപ്പെട്ട ആ നെർവുകള്, ആ സെല്ലുകൾ ഇങ്ങനെ ക്ഷീണിക്കും, ഒരേ താളം കേൾക്കും. അല്ലെങ്കിൽ ഇപ്പൊ താരാട്ട് പാടുന്നു, ഒരു ഈണം, ആ ഈണം കേൾക്കുമ്പോൾ ഈ ഓഡിറ്ററി നെർവ്സ് ഉണ്ടല്ലോ, ആ സെന്റർ, ഓഡിറ്ററി സെന്റർ, അവിടുത്തെ സെല്ലുകൾ ക്ഷീണിക്കും. ഒരേ ഈണം, ഒരേ താളം ആവർത്തിച്ച് സിഗ്നൽസ് വരുമ്പോൾ ആ സെല്ലുകൾ ക്ഷീണിക്കും. അപ്പൊ അവിടെ ഒരു ഫാറ്റീഗ് ഉണ്ടാവും. അത് മെല്ലെ റെസ്റ്റിലേക്ക്, ആ ക്ഷീണം മറ്റ് സെല്ലുകളിലേക്ക് പടരും. അതുകൊണ്ടാണ് ഈ താരാട്ട് കേൾക്കുമ്പോഴൊക്കെ കുട്ടി ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തോളത്ത് തട്ടുമ്പോൾ കുട്ടി ഉറങ്ങുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ സെൻട്രലിലുള്ള ലൈൻ ഉണ്ടല്ലോ, വൈറ്റ് ലൈൻ, അതിലേക്ക് ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ ആളുകൾ ആക്സിഡന്റ് ആവും. കാരണം ഒരേ സിഗ്നൽ വരുമ്പോൾ ഉറക്കത്തിലേക്ക് വീഴും, നമ്മളറിയാതെ ഒരു നിമിഷം ഉറങ്ങി. ഇതാണ് ഉറക്കത്തിന്റെ പ്രോസസ്സ്. അതായത് ക്ഷീണം വ്യാപിച്ചിട്ട് എല്ലാ സെല്ലുകളും റെസ്റ്റിലേക്ക് പോവാം, ഷട്ട് ഡൗൺ ആവുന്നതാണ് ഉറക്കം. അപ്പോ ഹിപ്നോസിസിൽ ഇതേ ഉറക്കം തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ റാപ്പോ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. റാപ്പോ ഇപ്പോ അതായത് ഒരു സംവേദന കേന്ദ്രത്തോട് മാത്രം ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ അമ്മയും കുട്ടിയും കൂടി കിടന്നുറങ്ങും. അപ്പോ അമ്മ ഗാഢനിദ്രയിലാണ്. പക്ഷെ കുട്ടി ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ വേഗം അമ്മ ഉണരും. ഒരു കോഡുണ്ട്, അവർ തമ്മിലുള്ള ഒരു കോഡുണ്ട്. അതാണ് റാപ്പോ എന്ന് പറയും.
നേരെ മറിച്ച് വേറെ ആര് വിളിച്ചാലും അമ്മ ഉണരില്ല, കേൾക്കില്ല, അറിയില്ല. കുട്ടി ഒന്ന് അനങ്ങിയാൽ അറിയും. അപ്പൊ ഇത് റാപ്പാണ്. ഇതേപോലെ ഹിപ്നോട്ടിസ്റ്റും ഈ സബ്ജക്റ്റും തമ്മിൽ ഒരു റാപ്പ് ഉണ്ടാക്കും. അതെങ്ങനെ വെച്ചാൽ ഹിപ്നോട്ടിസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ സജഷൻസിലൂടെയാണ്, വാക്കുകളിലൂടെ. അപ്പോൾ ഈ ഓഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഷൈൻ ചെയ്യുന്ന എന്തെങ്കിലും വസ്തുക്കളെ കാണിച്ചിട്ട് ആ കേന്ദ്രത്തെ തളർത്തുകയാണ്. പെൻഡുലം അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട്, അല്ലെങ്കിൽ വാക്കുകൾ നിരന്തരം ഇങ്ങനെ പ്രയോഗിക്കും, സജഷൻസ് എന്ന് പറയും. അതിലൂടെ ഈ അങ്ങേരുടെ ആദ്യത്തെ ഈ ഓഡിറ്ററി സെൽസിനെ മെല്ലെ ക്ഷീണിപ്പിക്കും. ആ ക്ഷീണം മറ്റ് കേന്ദ്രങ്ങളിലേക്കും കൂടി വ്യാപിക്കും, പടരും. അങ്ങനെ ബ്രെയിനിന്റെ എല്ലാ സെല്ലുകളും റെസ്റ്റിലേക്ക് പോകും. പക്ഷെ എന്താണ്, ഈ ഹിപ്നോട്ടൈസറുമായിട്ടുള്ള സംവേദനം മാത്രം നിലനിൽക്കും. ആ കോഡ് നിലനിൽക്കും. അപ്പൊ പുറത്ത് നടക്കുന്ന ഒന്നും അറിയില്ല. ബ്രെയിൻ സെൽസ് കംപ്ലീറ്റ് ഉറക്കത്തിലാണ്. ഒരു സംവേദനത്തോട് മാത്രം ഉണർന്നിരിക്കുകയാണ്. ഒരു കേന്ദ്രം മാത്രം ഉണർന്നിരിക്കുന്നു, ഒരാളോട് മാത്രം, ഒരു സിഗ്നൽ സോഴ്സിനോട് മാത്രം. ബാക്കി എല്ലാത്തിനോടും ഉറക്കണം. അതുകൊണ്ടാണ് ഈ ഹിപ്നോട്ടൈസർ പറയുന്നത് അതേപടി വിശ്വസിക്കും. കാരണം ഈ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന ആ ഫാക്കൽറ്റി ഒക്കെ റെസ്റ്റിലെടുത്തിരിക്കുക. അപ്പൊ ഇയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നും. അങ്ങനെ അതാണ് ശരിക്കും ഹിപ്നോസിസ് എന്ന് പറയുന്നതാണ്. എല്ലാ ബ്രെയിൻ സെൽസും ഉറങ്ങുകയും ഒരു കേന്ദ്രത്തോട് മാത്രം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹിപ്നോസിസ്. സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ ഒരു കേന്ദ്രം എന്നുള്ളത് പുറത്തല്ല, അവനവൻ തന്നെയാണ്. നമ്മൾ തന്നെ ഒരേ വാക്കോ അല്ലെങ്കിൽ ഒരേ ചെയ്തിട്ട് നമ്മളുടെ ബ്രെയിൻ സെൽസിനെ കംപ്ലീറ്റ് റെസ്റ്റ് എടുപ്പിക്കുക, ക്ഷീണിപ്പിച്ച് ഉറക്കുന്നതാണ്. അപ്പൊ നമ്മൾ സ്വയം ഉറങ്ങാണ്. പക്ഷെ ഒരു വിഷയത്തെ കുറിച്ച് മാത്രം ഉണർന്നിരിക്കുകയാണ് ഉള്ളില്. അതാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ഇങ്ങനെ സജഷൻ കൊടുക്കുമ്പോൾ സ്വയം പറയുന്ന വാക്കുകൾ അതേപടി സെൽഫ് ഹിപ്നോസിസിന്റെ രീതി അതാണ്, ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ അവനവൻ തന്നെ അവനവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതാണ് സെൽഫ് ഹിപ്നോസിസ്. ധ്യാനം എന്ന് പറയാണ്ടല്ലോ, ഇതിന്റെ നേരെ വിപരീതമാണ്. ധ്യാനം എന്ന് പറഞ്ഞാല് പരിപൂർണ ജാഗ്രതയാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ എല്ലാ ഫാക്കൽറ്റികളും ഷട്ട് ഡൗൺ ആണ്. ധ്യാനത്തിൽ അങ്ങനെയല്ല. മറ്റ് എല്ലാ സംവേദനങ്ങളിൽ നിന്നും നമ്മൾ പിന്തിരിയിട്ട് ഒരു വിഷയത്തിലേക്ക് നമ്മളുടെ ഫോക്കസ് കേന്ദ്രീകരിക്കാൻ. എല്ലാ ഫാക്കൽറ്റികളും, ദൃശ്യ, ശ്രാവ്യ, കൈനസ്തെറ്റിക് ആയിട്ടുള്ള എല്ലാ ഫാക്കൽറ്റികളും ഒരു വിഷയത്തെ കുറിച്ച് അവിടെ നിന്നുള്ള സംവേദനങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരിപൂർണമായി ഉണർവിലാണ്, റെസ്റ്റിലല്ല. റെസ്റ്റിലെടുത്തിട്ട് ഷട്ട് ഡൗൺ അല്ല. ഇപ്പൊ മൊബൈൽ ഫോൺ നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡ്, 2 മോഡ് ഉണ്ടല്ലോ മൊബൈൽ ഫോണിന്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള അവസ്ഥയാണ് നമ്മളുടെ ഉറക്കം. പക്ഷെ ഓണാക്കി വെച്ചിട്ടുണ്ട്, കോളൊന്നും വരുന്നില്ല. പക്ഷെ അത് ആക്റ്റീവാണ്, അവിടെ ഉണർന്നിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഉണർന്നിരിക്കുകയാണ്. എല്ലാതരം സിഗ്നലും അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സിഗ്നലിന് മാത്രമേ അത് റെസ്പോണ്ട് ചെയ്യണുള്ളൂ. എല്ലാ സിഗ്നലിനും അത് അറിയുന്നുണ്ട്. അതേപോലെ ഒരു സംഭവമാണ് നമ്മളുടെ ധ്യാനത്തിൽ. ഈ ധ്യാന വിഷയത്തോട് മാത്രം ആ സിഗ്നൽ മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ബാക്കി എല്ലാ സിഗ്നലുകളും സ്വീകരിക്കുന്നില്ലെങ്കിലും ഈ സ്വീകരിക്കുന്ന കേന്ദ്രങ്ങൾ ഉണർന്നിരിക്കും, പരിപൂർണ ജാഗ്രത. അപ്പൊ ഹിപ്നോസിസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സെൽഫ് ഹിപ്നോസിസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇത് ജാഗ്രതയിലേക്ക് ഉണരലാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാല് അബോധത്തിലേക്ക് ഉറങ്ങലാണ്. ധ്യാനം എന്നത് അതിബോധത്തിലേക്കാണ്, സൂക്ഷ്മബോധത്തിലേക്ക് ഉണരലാണ്, ജാഗ്രതയിലേക്ക് ഉണരലാണ്. 100% ജാഗ്രത. എന്ത് നടക്കുന്നതും അറിയും, എവിടെ എന്ത് നടക്കുന്നതും അറിയാനുള്ള മോഡാണ്. പക്ഷെ അത് നമ്മളുടെ ഉള്ളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല. മൈൻഡ് അത് പ്രോസസ് ചെയ്തിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ ജാഗ്രതയാണ്, പരിപൂർണ ജാഗ്രതയാണ്. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. അപ്പോഴേ
ഉം. ഈ യോഗനിദ്ര എന്ന് പറയുന്നത് ഇതുമായിട്ട് ഡിഫറെന്റ് ആണോ? യോഗനിദ്ര ഇത് തന്നെയാണ് തന്നെ. ഉം. യോഗനിദ്ര എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രൈമറി സ്റ്റെപ്പാണ്. ജാഗ്രതയില് നിദ്ര ആ വാക്കിന് മാത്രമേ അതുള്ളൂ, യോഗ നിദ്ര എന്ന്. അത് എന്താ പറയുക, ആളുകൾ പക്ഷെ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശവാസനത്തിൽ കിടന്നിട്ട് ഉറങ്ങും, എന്നിട്ട് അത് യോഗനിദ്ര എന്ന് പറയും. അത് ഞാനത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എൻ്റെ ഒരു ഗുരുജിയുണ്ട്, ബാംഗ്ലൂരുകാരനാണ്. ഞാനത് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ. ഇദ്ദേഹം ലൈവ് ടി വിയിൽ ലൈവായിട്ട് പണ്ട്, അതായത് എത്രയാ 2006, 2007, 2008 ടി വി പ്രോഗ്രാം ഉണ്ടായിരുന്നു പുള്ളിയുടെ കന്നഡ ചാനലിൽ. അദ്ദേഹം ലൈവായിട്ട് ആൾക്കാരെ യോഗനിദ്രയിൽ കൊണ്ടുപോയിട്ട് അവരുടെ പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുപോകും. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിയാണ് ചെയ്യുന്നത്. അത് ലൈവായിട്ട് ടി വിയിൽ ചെയ്യുന്നു. അപ്പൊ ഈ യോഗനിദ്രയിൽ കിടത്തിക്കൊണ്ട് അവരുടെ 1, 2, 3 ജന്മങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോഴും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു തലവേദന, തലയ്ക്ക് വെട്ട് കിട്ടിയ ആളായിരിക്കും. അപ്പോ അതിനെ ആ ഒരു അവസ്ഥയിൽ യോഗനിദ്ര, അത് അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ലൈക്ക് യോഗിക് വേ ഓഫ് ഹിപ്നോസിസ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല സാർ, അത് ഹിപ്നോസിസ് തന്നെയാണ്. അത് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞത് സയന്റിഫിക്കലി ഹിപ്നോസിസ് തന്നെയാണ്. അത് ശരിക്ക് പാസ്റ്റ് ലൈഫിലേക്കൊന്നും പോവില്ല. ഈ സജഷനില് പാസ്റ്റ് ലൈഫ് എന്ന് ആ വ്യക്തിക്ക് തോന്നുന്ന കാര്യങ്ങള് പറയുന്നതാണ്. അതല്ല ശരിക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഇത് സൈക്കോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സത്യത്തിൽ അത് ഹിപ്നോസിസ് ആണ്. അതൊരു ലെവലില് അത് ഈ ഇങ്ങേര് തന്നെ നമ്മളിങ്ങനെ വയസ്സ് 5 വയസ്സായി നടന്ന കാര്യങ്ങൾ ഓർക്കും എന്ന് പറയും, പിന്നെ 1 വയസ്സിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് ഈ വ്യക്തിക്ക്, സബ്ജക്റ്റ് എന്ന് പറയും, ഈ വ്യക്തിക്ക് ഭാവനയിൽ ഒരു സംഭവം തോന്നും. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ നായായിരുന്നു, കഴിഞ്ഞ ജന്മത്തില് അത് ഭാവനയാണ്. അത് അതില് ഒരു സയൻസിൽ. പക്ഷെ യോഗികള് ധ്യാനാവസ്ഥയിൽ ഇതേ സംഭവം വരും. നമ്മൾ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. എന്തായാലും സൂക്ഷ്മമായിട്ട് ഇപ്പൊ ഒന്നും പറയാം. നമ്മളുടെ ധ്യാനാവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാല്, നമ്മളുടെ ഓരോ ക്രോമസോമിലും ഇത് നമ്മളുടെ പഴയ അനുഭവങ്ങളും നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ പരമ്പരയുടെ അനുഭവങ്ങളൊക്കെ. ഇപ്പൊ എന്റെ ക്രോമസോം എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ക്രോമസോമാണ്, എന്റെ അമ്മയുടെയാണ്. അവർക്കത് കിട്ടിയത് അവരുടെ അച്ഛനും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്റെ ക്രോമസോമുകളില് ഈ പരമ്പരയുടെ മുഴുവൻ ഓർമ്മകൾ റെക്കോർഡ് ചെയ്തു 7 പരമ്പര ഉണ്ട്. അപ്പൊ ധ്യാനത്തിൽ പോകുമ്പോ ഈ റെക്കോർഡിൽ കൂടെ കടന്നു പോകുമ്പോ അത് ഓർമ്മകളായിട്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കാതെ നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ തന്നെ, നമ്മളുടെ പാസ്റ്റ് ലൈഫിന്റെ മാത്രമല്ല, പല പാസ്റ്റ് ലൈഫിന്റെയാണ്, പല ആളുകളുടെയും കൂടിയാണ്. നമ്മളുടെ പരമ്പരയിലെ മുഴുവൻ ഓർമ്മകളാണ് വരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ, കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയും അതിന്. നമുക്ക് അത് നമുക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു എപ്പിസോഡ് തന്നെ ആയി ചെയ്യാം ഡീറ്റെയിൽ. ഇത് വ്യത്യാസമായിട്ട് മനസ്സിലാക്കണം. ഈ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ സംഭവങ്ങളെ അതിനെ നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അന്ധവിശ്വാസം കലർത്തുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. ഇപ്പൊ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് യഥാർത്ഥ പാസ്റ്റ് ലൈഫ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോ അതല്ല, അത് ശരിക്കും ഭാവനയാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. ഇത് അംഗീകരിക്കാതെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോഴാണ് സയന്റിഫിക് ടെമ്പർമെന്റ് ഉള്ള ആളുകൾക്ക്. അപ്പോഴേ ചേട്ടാ, ഇപ്പൊ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ അവര് ക്യൂർ ആവുന്നുണ്ട്, അവരുടെ ആ ഒരു ഫോബിയയും. അല്ല, അത് ഹിപ്നോസിസിലൂടെ ക്യൂർ ആവും. ഹിപ്നോസിസിലൂടെ ക്യൂർ ആവുണ്ടല്ലോ. ഇപ്പൊ നമ്മളിലുള്ള പല സൈക്കോസൊമാറ്റിക് ഡിസീസസ്, അല്ലെങ്കിൽ ഈവൺ നമ്മളെ പെയിൻ ഉണ്ടെന്ന് വെച്ചോളൂ. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് സിവിയർ ആയിട്ട്. കൈ എല്ലൊക്കെ ഒടിഞ്ഞിട്ട് ഒരു കുട്ടി, ഞാൻ ആളെന്ന് പറഞ്ഞില്ലേ, ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ മോനാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങേരുടെ വീട്ടിൽ പോയപ്പോൾ കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ പെയിൻ കൊണ്ട്
എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാലും പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും കുറെ സമയത്തേക്ക് ആ പെയിൻ ഉണ്ടാവും, ഷാർപ്പായിട്ടുള്ള പെയിൻ. അപ്പൊ ജസ്റ്റ് എന്നെ എന്താ ചെയ്യാൻ പറ്റാന്ന് ഇങ്ങനെ ബേജാറായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഒരു സജഷൻ കൊടുത്തു. ആ പെയിൻ പോയി. അവിടെ മരുന്നൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, പെയിൻ അവിടെ ഉണ്ട്. പക്ഷെ നമ്മളുടെ സജഷനിൽ, ഹിപ്നോസിസിൽ ആ സജഷനിൽ നമ്മൾ ആ ധാരണ മാറ്റുകയാണ്, പെയിൻ ഇല്ല എന്ന് ആക്കി മാറ്റുകയാണ്. പ്ലസിബോ എഫക്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? പ്ലസിബോ എഫക്റ്റ് അല്ല, ശരിക്ക് ഈ ബ്രെയിൻ ആണല്ലോ ഈ പെയിൻ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഹിപ്നോസിസിൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു സജഷൻ കൊടുക്കുകയാണ്, ഈ പെയിൻ മാറി എന്നുള്ളത്. ബ്രെയിൻ അത് വിശ്വസിക്കും. ഈ ട്രാൻസിൽ ബ്രെയിനിന് കൊടുക്കുന്ന സജഷൻ അത് അവിടെ റെക്കോർഡാണ്. പിന്നെ ഈ ട്രാൻസിൽ നിന്ന് പുറത്തു വന്നാലും ഈ പെയിൻ അവിടെ ഇട്ടാല്ല, കാരണം ബ്രെയിനിൽ അത് റെക്കോർഡ് ആയി കഴിഞ്ഞു പെയിൻ പോയി എന്നുള്ളത്. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു, പിന്നെ കുട്ടി ഹാപ്പി. അത്രേ ഉള്ളൂ. അത് ഹിപ്നോസിസിലും ഇത് സാധിക്കുന്നു പറയും. അപ്പൊ രോഗം മാറുന്നു എന്നുള്ളത് പല രോഗങ്ങളെയും, വാക്കുകൾ ശ്രദ്ധിക്കണം, പല രോഗങ്ങളെയാണ്, എല്ലാ രോഗങ്ങളെയും നമുക്ക് ഹിപ്നോസിസിൽ മാറ്റാൻ പറ്റില്ല. ചില അനുഭവങ്ങളെ നമുക്ക് തിരുത്തി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രോഗം എന്നുള്ള അനുഭവം അത് സാധ്യമാണ്. ഓക്കെ, അപ്പം ഇന്നത്രേ നല്ലൊരു സബ്ജക്റ്റ് ആണ്. നമുക്ക് അടുത്ത് നമ്മൾ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് തന്നെ യോഗനിദ്ര തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തിരിച്ചു വരാം. സന്തോഷം.